ായിട്ടുള്ള അമ്മയിൽ നിന്ന് മോഹൻലാൽ രാജിവെച്ച സമയം മുതൽക്ക് തന്നെ അദ്ദേഹത്തിന്റെ വിമർശകരും അദ്ദേഹത്തെ ശത്രുപക്ഷത്ത് കാണുന്ന ആളുകൾ എല്ലാവരും തന്നെ കരിവാരി പുരട്ടുക, അദ്ദേഹം പരമാവധി ചെളിവാരി തേക്കുക എന്നുള്ള നിലപാടിലേക്ക് കാര്യങ്ങൾ മാറ്റിയിരിക്കുകയാണ്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഈ ഒരു സംഭവത്തിൽ ഇത്രയും ദിവസമായിട്ട് മോഹൻലാൽ പ്രതികരിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. ഇതിൽ കൂടുതൽ എന്താണ് ഒരു പ്രതികരണം ഉണ്ടാകേണ്ടതെന്ന് നമ്മൾ എല്ലാവരും ഒന്ന് ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാകും. ഒരു കാരണവശാലും സഹപ്രവർത്തകർക്ക് നേരെ ഇതുപോലെ ഒരു ആരോപണം ഉണ്ടായ സമയത്ത് അതിൽ 1% പോലും ആ പറയുന്ന ആളുകൾക്കൊപ്പം നിൽക്കാതെ പൂർണ്ണമായിട്ടും നിഷ്പക്ഷമായി നിന്നുകൊണ്ട് കോടതിയുടെ മുന്നിൽ നിൽക്കുന്ന വിഷയത്തിൽ അതിൽ താൻ ഇപ്പോൾ അഭിപ്രായം പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല, താൻ വഹിക്കുന്ന ചുമതലയിൽ നിന്ന് താൻ മാറി നിൽക്കുക എന്നുള്ള നിലപാടാണ് മോഹൻലാൽ സ്വീകരിച്ചിരിക്കുന്നത്. മോഹൻലാൽ മാത്രമല്ല, അമ്മ സംഘടനയിലെ പ്രധാനപ്പെട്ട എല്ലാ അംഗങ്ങളും ഇപ്പോൾ രാജിവെച്ചു എന്നുള്ള ഒരു വാർത്ത തന്നെയാണ് വരുന്നത്. അപ്പോൾ ഈ വാർത്തയുടെ അടിസ്ഥാനത്തിൽ നിന്ന് നമ്മൾക്ക് എല്ലാവർക്കും ഒരു കാര്യം മനസ്സിലാക്കാം. ഇതിന്റെ ഇടയിൽ, ഇതിന്റെ ഉള്ളിൽ കൃത്യമായിട്ടുള്ള ഗൂഢാലോചനയോട് കൂടി തന്നെ പ്രവർത്തിച്ചിട്ടുള്ള ഒരുപാട് ആളുകൾ ഉണ്ട് എന്നുള്ളതും, ഈ ഗൂഢാലോചന നടത്തുന്ന ആളുകൾക്ക് പ്രധാനപ്പെട്ട ലക്ഷ്യം കേരളത്തിലെ അല്ലെങ്കിൽ മലയാള ചലച്ചിത്ര രംഗത്തെ അല്ലെങ്കിൽ ഇന്നും ഇതിനെ ഊട്ടിയുറപ്പിച്ച് ഇതിന്റെ ഏറ്റവും മോൾഘടകത്തിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ഈ സൂപ്പർ സ്റ്റാറുകളായിട്ടുള്ള മമ്മൂട്ടിയാണെങ്കിലും മോഹൻലാൽ ആണെങ്കിലും സുരേഷ് ഗോപി ആണെങ്കിലും ഇവരെ പോലെയുള്ള ആളുകളെ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്യുക, കരിവാരി തേക്കുക എന്നുള്ള നയം തന്നെയാണ്. അതിലൊരു തർക്കമില്ല. അതിന്റെ ഭാഗം തന്നെയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധം മോഹൻലാൽ ഫാൻസിന്റെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയിൽ ശക്തമായിട്ടുള്ള പ്രതിരോധം സൃഷ്ടിച്ചുകൊണ്ട് മോഹൻലാലിനെ അനുകൂലിക്കുന്ന അല്ലെങ്കിൽ മോഹൻലാലിന്റെ ആരാധകർ വലിയ രീതിയിലുള്ള ഒരു പ്രതിരോധ സംവിധാനം തന്നെ അദ്ദേഹത്തിന് വേണ്ടി തയ്യാറാക്കിയെടുത്തിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. പൂർണ്ണമായിട്ടും വ്യക്തിഹത്യയിലേക്ക് ഈ ശത്രുപക്ഷത്തെ ആളുകൾ വലിയ രീതിയിലുള്ള ഗൂഢാലോചനയോട് കൂടി നടത്തുന്ന കാര്യത്തിൽ കൃത്യമായിട്ടുള്ള മറുപടികൾ എണ്ണി പറഞ്ഞുകൊണ്ട് വമ്പൻ പ്രതിഷേധമാണ് മോഹൻലാൽ ഫാൻസിന്റെ ഇടയിൽ നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മളെല്ലാവരും ഈ ഒരു വിഷയമായിട്ട് ചിന്തിക്കേണ്ടത് ഇന്നത്തെ സുരേഷ് ഗോപിയുടെ ഒരു സംസാര രീതികളാണ്. അദ്ദേഹം ഒരു പ്രോഗ്രാം കഴിഞ്ഞ് പുറത്തേക്ക് വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ട് അദ്ദേഹത്തെ വളഞ്ഞുകൊണ്ട് മാധ്യമപ്രവർത്തകർ വളരെ ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്, അമ്മയിൽ ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന വിഷയങ്ങൾ താങ്കൾക്ക് അഭിപ്രായമില്ലേ എന്നുള്ളതൊക്കെയാണ്. ഇപ്പൊ സിദ്ദിഖ് ആയിക്കോട്ടെ, അതോടൊപ്പം തന്നെ ബാബുരാജ് ആയിക്കോട്ടെ, സംവിധായകൻ രഞ്ജിത്ത് ആയിക്കോട്ടെ, ഇവരുടെ എല്ലാം അടുത്തറിയുന്ന അല്ലെങ്കിൽ ഇവരായിട്ട് നല്ല ബന്ധമുള്ള സുരേഷ് ഗോപിയെ സംബന്ധിച്ച് സുരേഷ് ഗോപിക്ക് ഇതിൽ എന്തെങ്കിലും അഭിപ്രായം പറയേണ്ടതില്ലേ, അല്ലെങ്കിൽ കേന്ദ്രമന്ത്രി എന്നുള്ള നിലയിൽ താങ്കൾക്കൊരു ഒരു വിഷയം ഇതിൽ പറയാനുള്ള ഉത്തരവാദിത്തമില്ല എന്നുള്ള രീതിയിലൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ വിധ വിഷയങ്ങളിൽ താൻ ഇപ്പോൾ മറുപടി പറയുന്നതിൽ എന്താണ് അർത്ഥം? അത് കോടതിയല്ലേ തീരുമാനിക്കുന്നത് എന്നുള്ള രീതിയിലേക്കാണ് അദ്ദേഹം പറഞ്ഞ. കൂട്ടത്തിൽ അദ്ദേഹത്തെ വളഞ്ഞു പിടിച്ചുകൊണ്ട് സുരേഷ് ഗോപിയുടെ വഴി തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു മാധ്യമ പ്രവർത്തകൻ നിന്ന വിഷയത്തിലാണ് അദ്ദേഹം കൃത്യമായിട്ട് പ്രതികരിച്ചത്. തന്റെ വഴി തടസ്സപ്പെടുത്താനായിട്ട് ആർക്കും അവകാശമില്ല, തന്റെ സ്വാതന്ത്ര്യമാണെന്നുള്ള നിലയിലേക്കുള്ള പ്രസ്താവനയാണ് സുരേഷ് ഗോപി നടത്തുന്നത്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ വലിയ തരത്തിൽ അദ്ദേഹത്തെ ഒരു പ്ലാനിങ്ങിൽ മറ്റൊരു ഗൂഢാലോചനയിൽ പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് ഇപ്പോൾ ഇവന്മാരൊക്കെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളെല്ലാവരും കോഴിക്കോട് വെച്ച് ഒരു മാധ്യമ പ്രവർത്തകരുടെ ശരീരത്തിൽ അദ്ദേഹം സ്പർശിച്ചു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വിഷയമായിരുന്നു. അതിനെ ഒരു മകളെ പോലെ കണ്ടതാണ് എന്നുള്ള രീതിയിലേക്ക് സുരേഷ് ഗോപി കൃത്യമായിട്ട് അതിനെ വ്യാഖ്യാനിക്കുകയും ചെയ്തതാണ്. പക്ഷേ ആ സമയത്തും സുരേഷ് ഗോപിയുടെ വഴി തടഞ്ഞുകൊണ്ടായിരുന്നു മാധ്യമ പ്രവർത്തകർ. എന്നിപ്പോൾ ആ നിപ്പിനെ തന്നെയാണ് അതിൽ വിമർശനം ഒരുപാട് മുന്നോട്ട് പോയ സമയത്ത് സുരേഷ് ഗോപി കൃത്യമായിട്ട് പറഞ്ഞത്. അപ്പോൾ ഇതിൽ ഒരുപാട് ആളുകൾ നിരന്തരമായിട്ട് ഇത് ചെറിയ നടന്മാരിൽ നിന്നും വലിയ നടന്മാരിലേക്ക് എത്തുക എന്നുള്ള വിഷയമാണ് പറഞ്ഞത്. ഇപ്പോൾ ഇവരെല്ലാവരും പറയുന്നത് ചെറിയ മീനല്ല, വലിയ മീനുകൾ ഇനി പെടാനിരിക്കുന്നതേ ഉള്ളൂ എന്നുള്ള രീതിയിലേക്കുള്ള കാര്യങ്ങൾ. അപ്പൊ മോഹൻലാൽ എന്ന് പറയുന്ന മലയാള സിനിമയുടെ ഏറ്റവും സുപ്രധാനമായിട്ടുള്ള ഒരു താരം ഇവിടെ കരിവാരി തേക്കപ്പെടുക എന്നുള്ള രീതിയിലേക്കുള്ള കാഴ്ചപ്പാടോട് കൂടി നിരന്തരമായിട്ടുള്ള ആക്ഷേപങ്ങളും പരിഹാസങ്ങളും നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഒരുപാട് ആളുകൾ. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾ ഇത് ആരംഭിച്ച ഈ സമരം അല്ലെങ്കിൽ ഈ ഒരു പ്രതിഷേധ പരിപാടികളൊക്കെ ആരംഭിച്ച സമയം മുതൽക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു റിപ്പോർട്ടുകൾ വരുന്ന സമയം മുതൽക്കേ തന്നെ എല്ലാവരും ലക്ഷ്യം വെക്കുന്നത് മോഹൻലാൽ എന്തുകൊണ്ടൊന്നും സംസാരിക്കുന്നില്ല, അമ്മയുടെ പ്രസിഡന്റ് അല്ലേ, പ്രസിഡന്റ് എന്തുകൊണ്ട് സംസാരിക്കുന്നില്ല എന്നുള്ള രീതിയിലേക്കാണ്. പ്രസിഡന്റ് സംസാരിക്കുന്നതിന് തൊട്ടു മുന്നോടിയായിട്ട് ആരോപണ വിധേയനായിട്ടുള്ള സിദ്ദിഖ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ മാന്യമായിട്ട് ആ സ്ഥാനത്ത് നിന്ന് രാജിവെച്ച് പോവുകയാണ്. സിദ്ദിഖ് ഈ കുറ്റം ചെയ്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത്, പക്ഷെ രാജിവെച്ചു എന്നുള്ളത് ഒരു സ്വീകാര്യമായിട്ടുള്ള കാര്യം തന്നെ. പക്ഷെ രാജിയിലൊന്നും തങ്ങൾ മതി വരാൻ പോകുന്നില്ല, അല്ലെങ്കിൽ തങ്ങൾക്ക് അതിലൊന്നും വലിയ താല്പര്യമില്ല. പൂർണ്ണമായിട്ടും ഞങ്ങൾക്കുള്ള ഒരേ ഒരു നിലപാട് സിനിമാ ഫീൽഡിൽ നിന്ന് പോലും ഇദ്ദേഹത്തെ വിലക്കണം എന്നുള്ള രീതിയിലേക്കാണ്. വിലക്കപ്പെടേണ്ട വ്യക്തിയാണ് ഈ സിദ്ദിഖെങ്കിൽ അതിനുള്ള നടപടിക്രമങ്ങൾ എടുക്കേണ്ടത് കോടതിയാണ്. നമ്മൾ ആരും ഇതിൽ നമ്മുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ ആളെ ഇങ്ങനെ ചെയ്യണം, ഇദ്ദേഹത്തെ ഇങ്ങനെ
ഈ രീതിയിലേക്ക് ആക്കണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു തരത്തിലും ഇതൊന്നും വിലപ്പോകുന്ന കാര്യമല്ല എന്നുള്ളത് മാത്രമേ ഈ ഒരു സമയത്ത് എല്ലാവരും മനസ്സിലാക്കേണ്ടതുള്ളൂ. അത്രത്തോളം വലിയ രീതിയിലുള്ള പ്രതികരണവും പ്രതിഷേധവും സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണങ്ങളിൽ നമ്മുടെ രാജ്യത്തുടനീളം നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പോൾ ബംഗാളിൽ കൊൽക്കത്തയിൽ ഒരു യുവ ഡോക്ടറുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ടുകൊണ്ടൊക്കെ പരസ്യമായിട്ട് എല്ലാ സമസ്ത മേഖലയിലും ആളുകൾ ഒരുപോലെ പ്രതിഷേധിച്ച് മുന്നോട്ട് വന്ന ഒരു സമയത്താണ് ഇതുപോലെ സ്ത്രീകൾക്ക് നേരെ ഒരു ആക്രമണങ്ങൾ അല്ലെങ്കിൽ സ്ത്രീകൾക്ക് നേരെ ചൂഷണങ്ങളും അവരുടെ തൊഴിലവസരങ്ങൾ വരെ നിഷേധിക്കപ്പെടുന്ന രീതിയിലുള്ള നിരന്തരമായിട്ടുള്ള കുറെ വിഷയങ്ങൾ വർഷങ്ങളായിട്ട് നമ്മുടെ സിനിമാ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു നിലപാടുമായിട്ട് മുന്നോട്ട് വന്നിരിക്കും. അപ്പോൾ ഈ സംഭവത്തിൽ വലിയ തരത്തിലുള്ള പ്രതിഷേധം തന്നെയാണ് കേരളത്തിലെ എല്ലാവരും സ്ത്രീകൾക്കൊപ്പം നിന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത്. പക്ഷെ തെളിവ് സഹിതമായിരിക്കണം ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടത് എന്നുള്ള ഒരു വിഷയം കൂടി നമ്മളെല്ലാവരും ബോധ്യപ്പെടേണ്ടതാണ്, മനസ്സിലാക്കേണ്ടതാണ്. അപ്പോൾ ഇത് പൂർണ്ണമായിട്ടും മലയാള സിനിമാ മേഖലയെ തകർക്കുക അല്ലെങ്കിൽ ഒരു കൂട്ടം ആളുകളുടെ പ്രത്യേക ലോബി ഇതിനെ ഉള്ളിൽ പ്രവർത്തിക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നമ്മളെല്ലാവരും കേൾക്കാറുണ്ട് മട്ടാഞ്ചേരി മാഫിയ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആരൊക്കെ ഇതിന്റെ ഉള്ളിലുണ്ട്. ഈ സിനിമാ ഫീൽഡ് പൂർണ്ണമായിട്ടും തങ്ങളുടെ അധീനതയിലാക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന കേരളത്തിലെ ഒരു വലിയ ഒരു കൂട്ടായ്മ അല്ലെങ്കിൽ വലിയൊരു സംവിധാനം ഇതിന്റെ ഭാഗമാണ്. ഇതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് കേരളത്തിലെ ചില പ്രമുഖ നടന്മാർ നിരന്തരമായിട്ട് ഈ സിനിമാ മേഖലയെ തകർക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ നമ്മളെല്ലാവരും പല രീതിയിൽ ഗോസിപ്പുകൾ നമ്മൾ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഈ ഗോസിപ്പുകളുടെ ഇടയിൽ മാത്രം നിന്നുകൊണ്ട് ചിന്തിക്കുന്ന ആളുകളാണ് ഇപ്പോഴും മോഹൻലാലിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ ആയിട്ട് വരുന്നത്. ലാലേട്ടനെ സംബന്ധിച്ച് ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ. ഈ രാജ്യത്തെ നീതിന്യായ വ്യവസ്ഥയുടെ ഉള്ളിൽ നിന്നുകൊണ്ട് അതിനനുകൂലമായിട്ട് ഇവിടുത്തെ കോടതി എന്താണോ തീരുമാനിക്കുന്നത് തെളിവ് സഹിതം ആര് എന്ത് നൽകിയാലും അതിനോടൊപ്പം നിൽക്കുക എന്നുള്ള നയം മാത്രമേ ലാലേട്ടനെ സംബന്ധിച്ചുള്ളൂ. പക്ഷെ ഇത് ഒരിക്കലും മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തിയുടെ വിഷയമല്ല. ഇത് പൂർണ്ണമായിട്ടും ഇത് തങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമാണ്. ഈ മോഹൻലാൽ എന്ന് പറയുന്ന വ്യക്തി ഈ ചുമതലയിൽ ഇരിക്കാൻ പാടില്ല, ഈ സ്ഥാനത്തേക്ക് മറ്റൊരാളെ കൊണ്ടുവരണം എന്നുള്ള രീതിയിലേക്ക് ചിന്തിക്കുന്ന ഒരു വിഭാഗം ആളുകൾക്ക് മാത്രമേ ലാലേട്ടനെ പോലെയുള്ള ആളുകളെ നിരന്തരമായിട്ട് ഇതുപോലെ വേട്ടയാടാനുള്ള ശ്രമങ്ങൾ നടത്താൻ സാധിക്കുള്ളൂ. ആ ശ്രമങ്ങളെ പൂർണ്ണമായിട്ടും പരാജയപ്പെടുത്തുകയാണ് മലയാള സിനിമയിലെ ഇവിടുത്തെ സാധാരണക്കാരായിട്ടുള്ള ആരാധക കൂട്ടായ്മകൾ എന്നുള്ളതിലൂടെ തർക്കമില്ല. അവരുടെ കൃത്യമായിട്ടുള്ള പ്രതിഷേധവും പ്രതികരണവും ലാലേട്ടന് അനുകൂലമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇങ്ങനെ ഇപ്പോൾ അടുത്ത ദിവസങ്ങളിലേക്ക് ഇത് പൂർണ്ണമായിട്ട് വ്യക്തമാകുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ തന്നെയാണ്. അപ്പോൾ അമ്മ സംഘടനയിൽ പുതിയ സംവിധാനങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് കേരളത്തിലെ അല്ലെങ്കിൽ മലയാള സിനിമാ രംഗത്തെ ഈ ഒരു ഇപ്പോഴത്തെ അരക്ഷിതാവസ്ഥ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു സംഭവ വികാസങ്ങൾ പൂർണ്ണമായിട്ടും ഇല്ലായ്മ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് നിലവിലെ കൂട്ടായ്മക്ക് തന്നെ സാധിക്കുമെന്നുള്ള രീതിയിലേക്കുള്ള ഒരു വിശ്വാസത്തിൽ തന്നെയാണ് മറ്റ് സിനിമാ താരങ്ങളെല്ലാവരും. കുറച്ചാളുകൾക്കെതിരെ എന്തെങ്കിലും ആരോപണം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഒരു സംവിധാനത്തെ മുഴുവൻ പൂർണ്ണമായിട്ടും തകർത്തെറിയുന്ന തരത്തിലേക്ക് അത് തകർക്കപ്പെടേണ്ടതാണ്, ഇത് പൂർണ്ണമായിട്ടും മാറ്റി വെച്ചുകൊണ്ട് പുതിയൊരു സംവിധാനം രൂപീകരിക്കേണ്ടതാണെന്നുള്ള രീതിയിലേക്കുള്ള നിലപാടുകൾ എടുക്കുന്നത് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമല്ല. അതിനെ പൂർണ്ണമായിട്ടും എതിർക്കപ്പെടേണ്ടതുമായിട്ടുള്ള വിഷയങ്ങൾ തന്നെയാണ്. അപ്പൊ ഏറ്റവും വലിയ രീതിയിൽ ഇവിടെ നിന്നുകൊണ്ട് ഈ മലയാള സിനിമാ രംഗത്തെ തകർക്കാൻ ശ്രമിക്കുന്നവരുടെ ഇരയാകാൻ ലാലേട്ടനെ വിട്ടുകൊടുക്കില്ല എന്നുള്ള കൃത്യമായിട്ടുള്ള നിലപാട് എടുത്തിരിക്കുകയാണ് സിനിമയിലെ അല്ലെങ്കിൽ സിനിമയെ സ്നേഹിക്കുന്ന സാധാരണക്കാരായിട്ടുള്ള എല്ലാവരും എന്നുള്ളത് ഒരു തർക്കമില്ലാതെ ഈ ഒരു സമയത്ത് നമുക്ക് പറയാൻ സാധിക്കും, കാണാൻ സാധിക്കും.